എനിക്ക് മോഹമല്ലികയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ മോഹമല്ലിക ഒരുമിച്ച് പഠിച്ചതാണ്. എവിടെ? വിമൻസ് കോളേജില്. വിമൻസ് കോളേജില്. അയ്യോ, എവിടെ? പ്രീ ഡിഗ്രിക്കോ അതോ പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ രണ്ടുപേരും ഹിന്ദി. ഓക്കെ ഓക്കെ. അപ്പൊ ആ സെക്കൻഡ് PDC പഠിക്കുമ്പം അന്ന് പ്രഗത്ഭരായ ഡിഗ്രിക്കാരുള്ളപ്പം ഈ ഒരു പാവാടക്കരി ഹാഫ് സാരി ഉടുത്ത് ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ആരാധനയോടെ നോക്കും. പക്ഷേ മണിപിള്ള രാജു പറഞ്ഞതുപോലെ വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിളാണ് ആൾ. ഒരു സുന്ദരിയായ അമ്മ അന്ന് ഫിയറ്റ് കാറിൽ കൊണ്ടുവന്ന് അതിൻ്റെ കടയിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്ന എല്ലാവരോടും അങ്ങ് ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞങ്ങളൊക്കെ ഓടി നടന്ന് വോട്ട് പിടിച്ചു. ഞങ്ങൾക്കൊരു വാശിയായിരുന്നു. കാരണം ഈ ഡിഗ്രിക്കാർ അന്നത്തെ മിസ്റ്റർ വേണ്ടം വരെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു ഫിലോസഫി. അവരൊക്കെ നിന്നിട്ട് ഈ മോഹമല്ലിക ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടി നിന്നിട്ട് ഹിന്ദി ക്ലാസ്സിൽ അന്ന് അറിയാമല്ലോ ഓരോ പീരീഡ് ഓരോ കെട്ടിടത്തിലാണ്. അപ്പം ഹിന്ദിക്ക് വരുമ്പോൾ ബാക്ക് ഡോറുണ്ട്. ഇത് വിമൻസ് കോളേജ് മൊത്തം ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടെ കറങ്ങണം എന്നാണ് വിചാരം. ഈ ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളോട് പറയും എൻ്റെ നമ്പർ അങ്ങ് വിളിച്ചേക്ക് കേട്ടോ. അപ്പൊ നമ്പർ വിളിച്ചില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല. അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ നമ്പർ വിളിച്ചു പ്രോക്സി അടിച്ചിട്ടുണ്ട് പോവും. എന്താ പേര്? എൻ്റെ പേര് വത്സല. വത്സല. അയ്യോ, അതൊരു ജീവിതമായിരുന്നല്ലേ ശരിക്കും. സത്യം. അതൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും തിരിച്ചു പോകാൻ ഒക്കുമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു ദൈവം ചോദിച്ചാൽ തിരിച്ച് വിമൻസ് കോളേജിൽ സ്റ്റുഡന്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞു. സത്യം. അന്ന് എസ്തർ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ മാഡം എന്നിട്ട് ഈ പുള്ളിക്കാരി ജയിച്ചപ്പം ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിക്കാരൊക്കെ ആഘോഷം, ഡിഗ്രിക്കാർക്കെല്ലാം അസൂയ ഞങ്ങളോട്. ഞങ്ങൾ ഇവിടെയും പോയി നിർത്തി അങ്ങ് പോവുകയാണ് ആഘോഷിക്കുക. എന്നിട്ട് അന്ന് പറഞ്ഞു പക്ഷെ ഷീല വന്ന് ഓർമ്മയില്ലേ അന്ന്? ഷീലയോ? ഷീലയെ കൊണ്ടുവന്നു. ശാരദ അല്ല, അതിനുശേഷം ഷീല വന്നു നമ്മൾ അവിടെ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം. ഞാൻ കൊണ്ടുവന്നത് നസീർ സാറ് ശാരദ ചേച്ചി. ഷീല വന്ന് എനിക്ക് ഓർമ്മ. ഷീലയെ പോയി തൊട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് മാസത്തേക്ക് ഷീല ഞാൻ വിളിച്ചിട്ട് ഇപ്പഴാ ഇറങ്ങുമ്പോൾ ഷീല ചേച്ചി വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ഇപ്പോഴും പറയും മല്ലികയുടെ സംസാരമൊക്കെ ഇന്റർവ്യൂവിൽ കേട്ടാൽ ഒരു ഇന്റർവ്യൂവിന് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന പോലെ അല്ലേ പഴയ കോളേജിലെ സംസാരം. എന്നിട്ട് അന്ന് ജയിച്ചതിന് ശേഷം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി സ്റ്റുഡൻറ്റ് ചെയ്ത കാര്യങ്ങളല്ല അന്ന്. ഈ വിമൻസ് കോളേജിൽ ഇത്രയും പ്രഗത്ഭരായ ഡിഗ്രിക്കാർ പഠിക്കുന്ന ആ കോളേജിൽ ഈ മല്ലിക നന്നായി പാടും, അഭിനയിക്കും. അപ്പോൾ എൻ്റെ വിചാരം ഇത് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുമെന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ വിഷമം അതാണ്. കാരണം ഞങ്ങളെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്തി മല്ലിക ആയില്ല. മല്ലിക ഇപ്പോഴും സുകുമാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മ, പൃഥ്വിരാജിൻ്റെ അമ്മ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് മല്ലികയുടെ ബന്ധുക്കളായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന അത്രയും വേഴ്സറ്റൈൽ ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെ എത്താത്തതിൽ എനിക്കൊരു വിഷമമാണ്. താങ്ക് യു മാഡം. ഞാൻ അതിനുവേണ്ടി അങ്ങനെ കണ്ടമാനം ശ്രമിച്ചിട്ടൊന്നുമില്ല, അതാണ് സത്യം. കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കണം. ഞാൻ എന്നിട്ട് പൃഥ്വിരാജിന്റെ സിനിമ ആദ്യം വന്നപ്പോൾ നന്ദനം കാണാൻ പോയി. അത് മല്ലികയുടെ മോനായോണ്ടാ പോയത്. പോയപ്പോൾ അവൻ്റെ ചില ആക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മല്ലിക കോളേജിൽ നടക്കുന്ന അതേ എക്സ്പ്രഷൻ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്റെ മോനോട് ഇപ്പൊ വിളിച്ച് പറയും ഇവിടെ ഇറങ്ങി ആദ്യം ചെയ്യാൻ പോകുന്നത് എന്റെ സിനിമ കണ്ടത് എന്റെ മോനായതുകൊണ്ട് കണ്ടതാന്ന് പറയുന്നത്. ഞാൻ പറയും. അതുപോലെ ഇന്ദ്രജിത്ത് പാടുമ്പോ എനിക്ക് പണ്ട് മല്ലിക കോളേജിൽ പഠിക്കുന്ന ഒരു ഓർമ്മ വരും കേട്ടോ. അതുപോലെ നമ്മുടെ പത്മകുമാരി ടീച്ചറില്ലേ ഹിന്ദി, ഞാൻ ഒരിക്കൽ ടീച്ചറിനെ കാണാൻ പോയപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു വത്സലേ വയസ്സായി കേട്ടോ മല്ലികയെ കാണണമെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരണേ എന്നേ ടീച്ചറിനെ കാണാൻ. ഞാൻ അങ്ങനെ മോള് മുഖേന ഇന്ദ്രജിത്തിന്റെ നമ്പർ വാങ്ങി. അപ്പൊ ഇന്ദ്രജിത്ത് പറഞ്ഞു അമ്മ ദുബായിലാണ് വരാറില്ല, വരുമ്പോ ഞാൻ അറിയാം ദോഹയിൽ. അപ്പൊ എന്നിട്ട് ടീച്ചർ അതോടെ അങ്ങ് അമേരിക്ക പോയി. പിന്നെ എനിക്ക് ടീച്ചറിനെ കാണാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് ടീച്ചർ മ്യൂസിക് ആൽബം ചെയ്തപ്പോ എങ്ങനെയോ തപ്പി എന്റെ നമ്പർ എടുത്ത് ഞാൻ അതിൽ അഭിനയിച്ചു. അത് ശരിയാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും ഈ പരിപാടി ഇന്ന് വരാൻ പറ്റാ ഇന്ന് ഞാൻ വന്നത് മതി. താങ്ക് യു മാം. അടുത്ത ആർക്കെങ്കിലും ചോദ്യം?